ഹായ് കുട്ടീസ്, ഒരു മിനിറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെട്ടാലോ? ഇതിന്റെ ബോർഡിലേക്ക് നോക്കിക്കേ. നമുക്കിവിടെ കുറച്ച് നമ്പേഴ്സുകൾ തന്നിട്ടുണ്ടല്ലേ. ഏതൊക്കെ നമ്പേഴ്സ്? 420യും 105ഉം. ഈ രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എഴുതാനും അതുപോലെ ഈ രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചത്. ഓൾറെഡി അതിൽ ഫാക്ടേഴ്സുകൾ തന്നിട്ടുണ്ടല്ലേ. അപ്പം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം 420 420 ഇതിൽ എങ്ങനെ എഴുതിയത്? 7 × 60 7 × 60 എന്ന് എഴുതി. ഇവിടെ 60 ഒരു വലിയ നമ്പർ അല്ലേ. 60 ഇനിയും എനിക്ക് എന്താക്കാം, ചെറുതാക്കി എഴുതാം അല്ലേ. അപ്പൊ 60 ഞാൻ മാറ്റി 6 × 10 എന്ന് എഴുതി കേട്ടോ. ഇനി നോക്കിക്കേ, 6 എനിക്ക് ഇനിയും ചെറുതാക്കിയിട്ട് നമുക്കൊരു പ്രൈം നമ്പേഴ്സിനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി എഴുതിക്കൂടെ? 6 എനിക്ക് എങ്ങനെ ചെറുതാക്കാം? യെസ്, 2 × 3 എന്ന് എഴുതാം. അതുപോലെ 10 എനിക്ക് എങ്ങനെ എഴുതാം? 2 × 5 എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? 420 എന്ന് പറഞ്ഞാൽ 7 × 2 × 3 × 2 × 5 എന്നുള്ള രീതിയിൽ എഴുതാം. അതുപോലെ 105 എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടെയുള്ള 21 മാറ്റിയിട്ട് എനിക്ക് 3 × 7 എന്നുള്ള രീതിയിൽ എഴുതാം. കണ്ടോ? അപ്പൊ ഇവിടെ എനിക്ക് എന്താക്കി? 105നെ 5 × 3 × 7 എന്നുള്ള രീതിയിലും എഴുതാൻ വേണ്ടിയിട്ട് പറ്റി. ഇനി എൻ്റെ മക്കൾ നോക്കിക്കേ, ഈ രണ്ട് നമ്പേഴ്സുണ്ട്, ഈ ഒരേ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് ചോദ്യം. സോ നമുക്കിവിടെ കിട്ടിയ കോമൺ ആയിട്ട് കിട്ടിയ കുറച്ച് എന്തുണ്ട്? ഫാക്ടേഴ്സുകൾ ഉണ്ട് അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രൈം ഫാക്ടേഴ്സിനെ മാത്രം എൻ്റെ മക്കൾ നോട്ട് ചെയ്യാം. ഇതിൽ കോമൺ ആയിട്ടുള്ളവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. നോക്കടാ, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട്? 7 7, 3 ഉണ്ട്, 3 ഉണ്ട്, 5 5 അല്ലേ. ബാക്കി വരുന്ന നമ്പേഴ്സുകൾ ആരൊക്കെയാണ്? 2 2. അപ്പൊ നമ്മളെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 × 2 = 4 ആയിരിക്കും. സോ 420നെ 105 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 4 എന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു രീതി എളുപ്പത്തിലുള്ള മാർഗമാണ്, നോട്ട് ചെയ്ത് വെക്കുക.